ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. പക്ഷേ ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ തോന്നും, പക്ഷേ വോമിറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വയറുവേദന ഉണ്ട് ചെറുതായിട്ട്. അമ്മ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോകുന്നു, പക്ഷേ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മമ്മ ഇന്ന് പറഞ്ഞു ഇന്ന് എന്തായാലും പോകണം, കാരണം ഞാൻ ഛർദ്ദിച്ചു ഗൈസ്. അപ്പം മമ്മ പറഞ്ഞു എന്തായാലും പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഡോക്ടറെ അടുത്ത് പോവാണ്. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ തോന്നും, പക്ഷേ വോമിറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വയറുവേദന ഉണ്ട് ചെറുതായിട്ട്. മമ്മ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോകുന്നു, പക്ഷേ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മമ്മ ഇന്ന് പറഞ്ഞു ഇന്ന് എന്തായാലും പോകണം, കാരണം ഞാൻ ഛർദ്ദിച്ചു ഗൈസ്. അപ്പം മമ്മ പറഞ്ഞു എന്തായാലും പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഡോക്ടറെ അടുത്ത് പോവാണ്. വെച്ചോടി പൊടിയൊക്കെ അടിക്കുമ്പോ സീനാവാ. പൊടി അടിക്കുമ്പോ ഗൈസ്, അപ്പോൾ ഡോക്ടറെ പോയിട്ട് കാണാം, എന്നിട്ട് അറിയാം എന്താണ് എൻ്റെ പ്രശ്നം എന്ന്. എനിക്കെന്ത് പ്രശ്നമാണാവോ. അങ്ങനെ ഞാനും മമ്മിയും കൂടെ പോകുന്നത് ഒല്ലൂരൊരു ഹോസ്പിറ്റലുണ്ട്, വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ പോയി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. എനിക്ക് ഇടയ്ക്ക് സ്കിന്നിന് ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടി അവിടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു അവിടെ പോയി കാണിക്കാമെന്ന്. ഞാനും മമ്മിയും കൂടെ രാവിലെയാണ് പോയത്. ഒരു 9 മണി അല്ല, ഒരു 8 മണി ഒക്കെ ആയപ്പോഴാണ് ഞാനും മമ്മിയും കൂടെ പോയത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്ന് ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് കയറി ഡോക്ടറെ കാണാൻ ചെന്നപ്പം അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വരുമ്പം നിറയെ ആൾക്കാരുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി ഡോക്ടർ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് തന്നെ ഡോക്ടറെ കണ്ടു. പിന്നെ ഡോക്ടർ മരുന്ന് തന്നു, പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഗൈസ്, ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോവാണ് ഫാർമസിയിൽ. അത് വാങ്ങി കഴിക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം മാറുമെന്ന്. വയറുവേദന ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അത് വാങ്ങിയിട്ട് വീട്ടിൽ പോകണം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ശീലമ്മയുടെ വീട്ടിലാണ്. ഇത് കാണിക്കുന്നില്ല, ഞാൻ എന്റെ കൺമണിനെ കാണിക്കണം. കൺമണി സുന്ദരിയായി നിൽക്കുന്നു ഇവിടെ. ആയി കുളിച്ചാ രാവിലെ തന്നെ സുന്ദരി. സ്കൂളിൽ പോണോ? ഇന്ന് സ്കൂളിൽ പോണ്ട. പോയാ പറ്റൂ? സ്കൂളിൽ എത്ര ഇഷ്ടാണോ? നോക്കട്ടെ, ഞാൻ കമ്പനി. സ്കൂളിൽ പോവാൻ ഇഷ്ടാണ് കേട്ടോ അവൾക്ക്. സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. മടിയൊന്നും ഇല്ലാത്ത കുട്ടിയാ, മടിയില്ലാത്ത കുട്ടി. ഗൈസ്, നമ്മുടെ കൺമണി ജനഗണമന പടം പോവാണ് ഗൈസ്. കുട്ടി പഠിച്ചതാണ് സ്കൂളിലൊക്കെ പോയിട്ട്. പഠിക്കോ. ഇവിടെ നോക്ക്, എങ്ങനെയാണോ കൈ വെക്ക. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓർക്കെ ബാക്കി ജയ ഹേലി. ഓക്കേ കമ്മണി ടാറ്റാ. നാളെ വരാം. നീ സ്കൂളിൽ പോവല്ലേ? വേണ്ട, പലകാരം വേണ്ട. കായ്സ്, നമുക്ക് പോവാം. വെള്ളം ഗണ സ്കൂളിൽ പോട്ടാ. നല്ല കുട്ടിയിട്ട് പഠിച്ചോളോ. വേണ്ട.
അങ്ങനെ വീട്ടിൽ വന്ന് ഗുളികയൊക്കെ കഴിച്ചു ഞാൻ. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് വിശപ്പില്ല ഇപ്പോൾ അങ്ങനെ അധികം, എനിക്ക് അങ്ങോട്ട് വിശക്കണില്ല. പിന്നെ അമ്മ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കായിരുന്നു, വയ്യാണ്ട് എനിക്ക് ചെറുതായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് അമ്മ ഒരു വലിയൊരു പഴം കൊണ്ട് തന്നു, നേന്ത്രപ്പഴം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം കിടന്നു. ഞാൻ മരുന്ന് കഴിച്ചു, എന്നാലും ചെറുതായിട്ട് ഞാൻ വരുന്നുണ്ടായിരുന്നു ഛർദ്ദിക്കാൻ. അപ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മമ്മ എന്നും കാറ് പുറത്തേക്ക് ഇറക്കും വെറുതെ ഓടിച്ചൊക്കെ വേണ്ടിയിട്ട്, എന്നും ഓടിക്കണം എന്നാണ് ഗൈസ്. അപ്പം ഇന്ന് വെറുതെ പുറത്തേക്ക് എടുക്കുമ്പം ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോഴാണ് മമ്മ വണ്ടി എടുക്കാറ്, ഇവിടെ ആരെയൊക്കെ കൂടെ അങ്ങനെ പോകും. അപ്പം ഞാനും മമ്മയും കൂടെ ഇന്ന് ഡുയോ ഡ്രൈവ് പോവുകയാണ് ഗൈസ് വണ്ടിയിൽ. അപ്പോൾ നമുക്ക് പോവാം. ആദ്യമേ ഓടിക്കണം ആൾക്കാ പേടി ഗൈസ്. അപ്പോ പ്രാക്ടീസ് ചെയ്ത് കൈ സെറ്റ് ആവും. അതാണ് മമ്മ പറഞ്ഞത്. എനിക്ക് എപ്പോഴും വണ്ടി ഇറക്കണ സമയത്ത് ഒരു ടെൻഷനാ, പക്ഷെ ഓടിച്ചു തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാം. എടുക്കണ ചാർജ് ഇല്ല. ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മമ്മയുടെ കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണത്. സീറ്റ് ബെൽറ്റ് ഇട്ടോ ആളു അമ്മ അല്ല നോക്കിയിരുന്നോ, മമ്മ അങ്ങോട്ട് നോക്കിയിരുന്നോ? അങ്ങനെയൊക്കെ പേടിച്ചു നമ്മളെങ്ങനെ ഗൈസ് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഓടിക്കണത്. ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ ആദ്യമായിട്ടാണ് ഇരിക്കണേ. ഞാൻ എൻ്റെ അവിടെ തന്നെ ഇരിക്കാറ് ബാക്കില്, ഞാൻ ഫ്രണ്ടിൽ. കൂടി പോയി ഒരു കാറ്റത്ത് പോയി നിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യണം. എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. അമ്മയ്ക്കിപ്പോ മനസ്സിലാവണ്ട ഓരോ സ്പേസ് അല്ലേ? സ്പേസ് കുറച്ചൊക്കെ ഇതാണ്. അതന്നെ ഇത്, അത് തന്നെ ഇത്. അങ്ങോട്ട് കയറാൻ പറ്റില്ല, കയറാണ്ട് പോവാൻ പറ്റില്ല. വല്ല വഴിയുണ്ടോ? നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 18 ആ ലൈസൻസ് എടുക്കും ഗൈസ്. സ്കൂട്ടി ഓടിക്കാൻ അറിയാട്ടോ, പക്ഷേ കാർ ഓടിക്കാൻ എനിക്കറിയില്ല. കാറിന് ഞാൻ അവിടെ പോയി പഠിക്കേണ്ടി വരും, അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ സ്കൂട്ടി അങ്ങനെയല്ല, നമുക്ക് എപ്പോഴായാലും ഓടിച്ചു നോക്കാമല്ലോ ഓടിക്കാൻ. എന്നിട്ട് വേണം ഗൈസ് ഫ്യൂച്ചറിൽ എനിക്കൊരു BMW വാങ്ങിക്കാൻ. അമ്മമാരുടെ കൂടെ പോകുമ്പോൾ പേടിക്കണം. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നാണല്ലോ. അപ്പൊ അമ്മ പയ്യാണോ തിന്നണത്? ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പനി തിന്നാൻ. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയിൽ വന്ന് ഏതോ ഒരു പട്ടിക്കാട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിക്കാണ്. വെള്ളം വേണം ഗൈസ്, നമുക്ക് വെള്ളം വേണം. ദാഹിക്കുണ്ട്. മമ്മ ക്ഷീണിച്ചു വണ്ടി ഓടിച്ചിട്ട്, തലവേദന. കുറേ കയറ്റിറക്കായിരുന്നു, ട്രക്കിങ്ങിന് വന്നേക്കായിരുന്നു ഞങ്ങൾ. വെള്ളം കുടിച്ചിട്ട് കുടിക്കാം, വെള്ളം മേടിക്കാം. അപ്പോൾ മമ്മ ഇറങ്ങാം. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. അമ്മ ഇറങ്ങണം. മമ്മ പോയി വാങ്ങിച്ചിട്ട് വരും. അപ്പം ഇനി എന്താ, ഓടിച്ചു വിട്ടാം മമ്മ. കയറ്റവും ഇറക്കമൊക്കെ മമ്മ ഓടിച്ചു. ഫസ്റ്റ് നമ്മൾ പോകുമ്പം കയറ്റം വെച്ചിട്ട് സ്റ്റെക്കാവായിരുന്നു ചെയ്തേ, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. മമ്മ കയറ്റം നൈസായിട്ട് ഓടിച്ചു, ചില്ലായിട്ട് മമ്മ കയറ്റം ഓടിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. She's improving her skills in the driving. Driving skills are improving. അങ്ങനെയല്ല പറയാം, അങ്ങനെയാണ്. അപ്പം അമ്മ വെള്ളം വാങ്ങിച്ചിട്ട് വരട്ടെ. അങ്ങനെ കുറേ നമ്മൾ അവിടെ ഇവിടേക്ക് കറങ്ങി. വയ്യ, തലവേദന കൊടുക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് അറിയുന്നുണ്ടോ? തലവേദന എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ പോവാണ്.
വിടുവിട് കാണാം. വണ്ടി ഓടിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക്ഷോപ്പിലല്ലോ അങ്ങനെ ഗൈസ് വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മള് ബെൽറ്റ് ടൈറ്റ് ആക്കിയതിന്റെ AC യുടെ ബെൽറ്റ്, അതുകൊണ്ടായിരുന്നു ആ ശബ്ദം വരുന്നുണ്ടായിരുന്നു ഒരു കീ 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 പറഞ്ഞിട്ട്. ഇപ്പം ഇല്ല. അപ്പൊ ഇനി നമ്മള് വീട്ടിൽ പോകണം ഗൈസ്. നമ്മളിപ്പം ഇത് ഇവിടെ എത്തി, പുത്തൂര് എത്താറായി. അമ്മച്ചി വിളിക്കുന്നു ഗൈസ്. ഹലോ ഹലോ, ഞങ്ങള് ഇവിടെ പുത്തൂര് പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് പച്ചക്കറി കുറച്ച് മേടിച്ചോളോ. നന്നായിണ്ട്. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ പുത്തൂര് സ്കൂള് പറഞ്ഞിട്ട് കാര്യമില്ല. പുത്തൂര് സ്കൂളിലത്തെ പുതിയ യൂണിഫോം ആണ്, പർപ്പിൾ കളർ യൂണിഫോം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇപ്പൊ ഛർദിക്കൊക്കെ കുറവുണ്ട്. അങ്ങനെ ഛർദിക്കാനൊന്നും ഇപ്പൊ വലിയ കാര്യമായിട്ട് അങ്ങനെയൊന്നും തോന്നണില്ല. ഇപ്പൊ ഞാൻ ഈ മരുന്ന് ഇട്ടുകൊണ്ടായിരിക്കുകയാണ് ഗൈസ്. ഇത് പാൻ പോകാനുള്ള മരുന്നാണ്, പാൻ്റെ മരുന്നാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും. അങ്ങനെ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്കൊരു മൂഡില്ല ഗൈസ് ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സുഖമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.